ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തില് വിവിധതരം വഴിപാടുകൾ നമ്മൾ നടത്താറുണ്ടല്ലോ. പലതരം വഴിപാടുകളെ കുറിച്ച് നമുക്ക് അവിടെ ചെന്നാൽ തന്നെ ഒരു വിവരം അറിയാൻ കഴിയുന്നതാണ്. എന്നാൽ ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ പറ്റുന്ന ചില അപൂർവ തരം വഴിപാടുകളുണ്ട്. ഭക്തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വഴിപാടുകൾ അവിടെ നടത്താം. ചിലവേറിയ വഴിപാടുകൾ ചിലർ നടത്തും, ചിലവ് കുറഞ്ഞ വഴിപാടുകൾ നടത്തും. നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ അവിടെ നടത്താറുണ്ട്. നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ടുള്ള വഴിപാടുകൾ അവിടെ കണ്ണന് സമർപ്പിക്കാറുണ്ട്. ഇന്ന് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ നടത്താവുന്ന വളരെ അപൂർവമായിട്ടുള്ള ചില വഴിപാടുകളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ചില വഴിപാടുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും, പക്ഷെ അത് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ഒരു അറിവ് കുറവുണ്ടായിരിക്കും. വളരെ അപൂർവമായിട്ടുള്ള വഴിപാടാണെങ്കിലും പരമാവധി ചിലവ് കുറഞ്ഞിട്ടുള്ളതും നമ്മുടെ ആഗ്രഹ സാഫല്യം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ളതുമായിട്ടുള്ള വഴിപാടുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പലനടയിലേക്ക് പോകുന്ന ഓരോരുത്തർക്കും വളരെ വിശേഷപ്പെട്ട ഈ വഴിപാടുകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആവശ്യത്തെ ഒന്ന് ഭഗവാനോട് പറഞ്ഞ് അത് ഭഗവാൻ തന്നെ നടപ്പിൽ വരുത്തുമ്പോൾ നിങ്ങളത് കൊണ്ട് സമർപ്പിക്കുക. അത്തരം വഴിപാടുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ചില വഴിപാടുകളെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണില്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യത്തെ വഴിപാട് ചേന വഴിപാട്. നിങ്ങൾ ചിലരൊക്കെ ഇത് കണ്ടു കാണും, ചിലരത് കണ്ടു കാണില്ല. ഒരുപാട് ഭക്തര് ചേന വഴിപാടായിട്ട് അവിടെ സമർപ്പിക്കുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? പൊതുവിൽ ഇത് ചോദിക്കുമ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടെന്നാണ് ഒരു മറുപടി കിട്ടുക. ശരിയാണ്, ആരോഗ്യത്തെ സംരക്ഷിച്ച് നിർത്താൻ, രോഗാവസ്ഥകളിൽ നിന്ന് പുറത്തു കടക്കാൻ. എന്നാൽ ഇത് പൊതുവിലെ അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കാണ് ഏറെ ഉത്തമമായിട്ടുള്ള വഴിപാട്. പല ഭക്തരും ഇങ്ങനെ ഈ വഴിപാട് ചെയ്തിട്ട് അവർക്ക് ത്വക്ക് സംബന്ധമായിട്ടുള്ള ചില അലർജി കണ്ടീഷൻസ് ഒക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. ചർമ്മത്തെ ബാധിക്കുന്ന ചില രോഗാവസ്ഥകളൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. ചിലവ ഇങ്ങനെ വഴിപാട് നടത്തിയാൽ മാറിക്കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള ചില രോഗങ്ങളുണ്ട്, ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടിയില്ല എന്ന് വന്നേക്കാം. എന്നാൽ ചില നെഗറ്റീവുകളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു വ്യക്തിക്കുണ്ടായ അലർജി കണ്ടീഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് മാറും. എന്നാൽ രോഗാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണെങ്കിൽ ചിലപ്പോൾ മാറാൻ ഒരല്പം ടൈം എടുത്തേക്കാം. എങ്കിലും ഒട്ടനവധി പേർക്ക് ഈ ചേന വഴിപാട് നടത്തിയതോടുകൂടി അവരുടെ ആ രോഗത്തിനൊരു ശമനം, ഒരു കുറവെങ്കിലും വന്നിട്ടുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു വഴിപാടാണ്. രണ്ടാമത്തത് തൊട്ടിൽ വഴിപാട് എന്നുള്ളതാണ്. തൊട്ടിൽ വഴിപാട് പൊതുവിൽ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാർ തൊട്ടിൽ വഴിപാട് ചെയ്യും. കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അവരുടെ ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ മാറി അവരുടെ ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് തൊട്ടിൽ വഴിപാട് ചെയ്യും. മൂന്നാമതൊരു കൂട്ടരും കൂടെ ചെയ്യും കേട്ടോ. ഈ വാർദ്ധക്യം എത്തിയവര് ഉണ്ണിക്കണ്ണന് തൊട്ടിൽ വഴിപാട് നടത്തുന്ന പറഞ്ഞാൽ അവരുടെ വാർദ്ധക്യകാലം സുഗമമായിട്ട് പോകാൻ ഭഗവാൻ കൂടെ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് ഈ തൊട്ടിൽ വഴിപാട് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തത് ചൂല് വഴിപാട്. തൂക്കുന്ന ചൂലില്ലേ, അതിന്റെ വഴിപാട്. അപ്പൊ ഈ ചൂല് എന്തിനാണ് കൃഷ്ണൻ സമർപ്പിക്കണമെന്ന് പറഞ്ഞാല് തലമുടിയുമായി ബന്ധപ്പെട്ട, വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പലർക്കും തലമുടി കുറവായതിന്റെ പ്രശ്നമായിരിക്കാം, തലമുടി എന്റെ ഉള്ളു കട്ടിയില്ല, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പൊ തലമുടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഈ വഴിപാട് ചെയ്യുന്നത്. പലപ്പോഴും മുടി കൊഴിച്ചിൽ അസാധാരണമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചൂല് വഴിപാട് വയ്ക്കുന്നത്. ആ ചൂല് വഴിപാട് കഴിപ്പിച്ച് കണ്ണിനെ നന്നായിട്ട് തൊഴുതിട്ട് പോകുമ്പോൾ ഈ പ്രശ്നം മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികളായിട്ട് ഇത് ഒരു നേർച്ചയായിട്ട് വയ്ക്കും. അപ്പോൾ അവരുടെ ആ പ്രശ്നം ഒന്ന് മാറിക്കിട്ടുന്നതാണ്. അത് അതിനുശേഷം വഴിപാട് നിർവഹിക്കുന്നതാണ്. നേർച്ചയായിട്ട് ചെയ്തിട്ട് വഴിപാട് നിർവഹിക്കുന്ന രീതിയുണ്ട്. രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. നാലാമത്തതെന്ന് പറഞ്ഞാൽ കടുക് വഴിപാടാണ്. കടുക് നമ്മളൊരു കിഴിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഇത്ര അളവെന്നുള്ള രീതിയിൽ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കാം. ഇത് ശത്രുദോഷാധികാരികൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാന വഴിപാടാണ്. കുട്ടികളിലെ ബാലാരിഷ്ടത മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വഴിപാടാണ്. ബിസിനസ്സിലെ ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാറിക്കിട്ടാനൊക്കെ വളരെ നല്ലൊരു വഴിപാടാണ് ഈ കടുക് വഴിപാട്. അഞ്ചാമത്തത് മുണ്ടും സാരിയും സമർപ്പണം ചെയ്യുക എന്നുള്ളതാണ്. ഒരു മുണ്ട്, അതിനോടൊപ്പം ഒരു നേരിയത്, പിന്നെ ഒരു സാരി. ഇവ ഭഗവാന് സമർപ്പണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
ദീർഘമാംഗല്യത്തിന് വേണ്ടിയിട്ടാണ്. മംഗല്യത്തിലുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ദീർഘമാംഗല്യം ഇതെല്ലാം സിദ്ധിക്കുന്നതിന് വേണ്ടി. മിക്കവാറും കണ്ടിട്ടുണ്ടാവും, അവിടെ വെച്ച് വിവാഹം നടത്തുന്നവരെല്ലാം ആ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ മുണ്ടും സാരി അവിടെ സമർപ്പണം ചെയ്യുന്നതാണ്. എന്നിട്ട് വന്നിട്ട് വിവാഹ പദ്ധതിയിലേക്ക് കയറുന്നത്. ചിലപ്പോൾ തലേ ദിവസം കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടായിരിക്കും പിറ്റേ ദിവസം വിവാഹത്തിൽ വരുന്നത്. അവർ തന്നെ സമർപ്പിക്കണമെന്നില്ല, ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. എന്തായാലും ഇത് മംഗല്യ ഗുണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ആറാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ, റെക്കമെൻഡേഷനും യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചിട്ടുള്ളൂ. എങ്കിലല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോ ഇറങ്ങുമ്പോൾ അതിൻ്റെ കീഴെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൂടി പ്രയോജനപ്പെടുത്തൂ. അടുത്തത് വെറ്റിലയും വെണ്ണയും എന്നുള്ളതാണ്. 11 വെറ്റിലയും ഒപ്പം വെണ്ണയും കൂടി വച്ച് സമർപ്പണം ചെയ്യാം. ഇത് വിദ്യാവിജയത്തിന്, ആഗ്രഹ സാഫല്യത്തിനൊക്കെ വളരെ നല്ലതാണ്. വിദ്യാവിജയം കാക്ഷിക്കുന്നവർ ഇതിനോടൊപ്പം ഒരു പേനയും കൂടി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വിദ്യാവിജയം, ആഗ്രഹ സാഫല്യം ഇത് രണ്ടിനും വളരെ പ്രയോജനപ്പെടുന്ന ഒരു വഴിപാടാണിത്. 7ാമത്തെ കാര്യം കസ്തൂരി മഞ്ഞളും പേനയും എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ട് കലാപരമായിട്ടുള്ള മികവിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. വിദ്യാഭ്യാസ പുരോഗതിക്ക് പഠിച്ചതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നവരെ കസ്തൂരി മഞ്ഞളും ഒപ്പം പേനയും സമർപ്പിക്കും. തേനും പേനയും കൂടി സമർപ്പിക്കുന്നതും ഈ മറവി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഗുണകരമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. 8ാമത്തെ കാര്യം 8 തരം പച്ചക്കറികൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. പാവയ്ക്ക ഒഴിച്ചിട്ടുള്ള 8 തരം പച്ചക്കറികളാണ് അതിൽ ഉൾപ്പെടുത്താറുള്ളത്. മുളകും ചിലർ ഒഴിവാക്കി കാണുന്നുണ്ട്. ഇത് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരാണ് അതിൽ നിന്ന് ഒരു മോചനം കിട്ടുക എന്നുള്ള രീതിയിലാണ് ഇത് സമർപ്പിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ ആരോഗ്യ പ്രശ്നമാണ്. അപ്പം നമ്മൾ രോഗം എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിന് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം അത് ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സമർപ്പണം ചെയ്യാം. എന്നാൽ ചിലർക്ക് രോഗമൊന്നും കാണില്ല, എത്ര പരിശോധന നടത്തിയാലും രോഗങ്ങളൊന്നും കാണില്ല. അപ്പോൾ അവർക്ക് ഇതുകൊണ്ടൊന്ന് സമർപ്പണം ചെയ്ത് അത് കഴിയുമ്പോൾ തന്നെ അവരുടെ ആ പ്രശ്നങ്ങൾക്ക് വലിയൊരു മാറ്റം വന്നു തുടങ്ങുന്നതായിട്ട് കാണാം. 9ാമത്തെ കാര്യം മുല്ലപ്പൂവും താമര പൊട്ടും എന്നുള്ളതാണ്. മുല്ലപ്പൂവ് ഒരു പന്തും ഒരു താമര പൊട്ടുമായിട്ട് ഭഗവാന് സമർപ്പണം ചെയ്യണം. അത് ഏകാദശിയിൽ ചെയ്യാൻ കേരളത്വമാണ്. പ്രണയ സാഫല്യത്തിന്, പ്രണയമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, പക്ഷെ കല്യാണത്തിലേക്ക് എത്തിച്ചേരുന്നില്ല, പല തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ളവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വഴിപാടാണ് ഇത്. 10ാമത്തത് ഉണ്ണിയപ്പച്ചട്ടിയും നെല്ലും എന്നുള്ളതാണ്. അതായത് ഒരു പറ നെല്ല് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് നെല്ല്, ഉണ്ണിയപ്പച്ചട്ടി, ഇവ രണ്ടും കൂടി കൊണ്ട് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ തൊഴിലിൽ അഭിവൃദ്ധി കിട്ടുക, പ്രൊമോഷനൊക്കെ സാധ്യമാക്കുക, ഇനി ഒരു തൊഴിൽ കിട്ടാതിരിക്കണമെങ്കിൽ ആ തൊഴിൽ നേടിയെടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 11ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നെല്ലും ശർക്കരയും. ഇത് രണ്ടും സമർപ്പണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദാമ്പത്യപരമായിട്ടുള്ള സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, എപ്പോഴും നോക്കിയാലും അടി പഴക്കവും ഒക്കെയാണ്. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തീരുമാനം എടുത്തിട്ട് നെല്ലും ശർക്കരയും കൂടി ചേർത്ത് സമർപ്പിക്കുന്ന വളരെ ഗുണകരമായിട്ട് പറയുന്നു. 12ാമത്തത് അവലും ശർക്കരയും എന്നുള്ളതാണ്. ഇവിടെ കുചേലന്റെ പ്രതീകമാണ് നമ്മൾ എന്നുള്ളതാണ്. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർ ഭഗവാന് ശർക്കരയും അവലും ചേർത്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ദാരിദ്ര്യ ദുഃഖം നീക്കുന്നതിനുള്ള മാർഗങ്ങൾ ഭഗവാൻ മുന്നിലേക്ക് കാട്ടിത്തരും. കുചേലൻ വീട്ടിൽ ചെന്നപ്പോൾ കുബേരനായി മാറിയതുപോലെ മാറുമെന്നല്ല അർത്ഥം. കാര്യം നമ്മൾ കൃഷ്ണന്റെ സതീർത്ഥ്യനല്ല, നമ്മൾ ഭക്തരാണ്. ആ ഭഗവത് പാദത്തിലേക്ക്, നമ്മൾ ആ സതീർത്ഥ്യ പാദത്തിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഭഗവാൻ നമുക്ക് ഇതെല്ലാം കനിഞ്ഞിറങ്ങണമെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന വഴിപാട് നമ്മുടെ മനസ്സിന്റെ നിറവാണ്. ഭഗവാൻ ഇതെടുത്തിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതല്ല, നമ്മുടെ മനസ്സിൽ ആ തോന്നുന്ന ആ ഭഗവാനോട് കൊടുക്കാനുള്ള ഭക്തിയാണ്. അത് വിശ്വാസപൂർവ്വം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില പോംവഴികളൊക്കെ ഭഗവാൻ കാട്ടിത്തരും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ഒട്ടനവധി അപൂർവമായിട്ടുള്ള വഴിപാടുകളുണ്ട്. നമ്മൾ ഈ വഴിപാടുകൾക്ക് ഇത് സമർപ്പണമായിട്ട് പറഞ്ഞവിടെ സമർപ്പിച്ചാൽ മതിയാവും. അല്ല നമ്മൾ കൂടുതൽ റിസ്ക് ഒന്നും വേണ്ട, ഭഗവാൻ എന്ത് വേണമെങ്കിലും സമർപ്പിക്കാം എന്നുള്ളൊരു ഇതുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഉപയോഗമുള്ള കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ ഭഗവാനെ ഭക്തി പുരസ്സരം, ആ ഭക്തിയുടെ നെറുകയിൽ നിന്നുകൊണ്ട് സമർപ്പണങ്ങൾ ചെയ്യുക, അതിൻ്റെതായ പുണ്യം വർദ്ധിച്ചു വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട
ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.